എറിയാൻ സ്ഥലമില്ല. സാധാരണ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് വിറക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പരിപാടി കാണിക്കും. ഇച്ചിരി മൈദ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാം ഇങ്ങനെ കൊമളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ച് അവനെ നമ്മൾ നേരെയാക്കണം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു ഷോർട്സ് കണ്ടായിരുന്നല്ലോ, നമ്മളൊരു പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ എന്നോട് നേരിട്ട് വന്ന് ചോദിച്ചു, അച്ഛാ പൊറോട്ട ഉണ്ടാക്കാൻ പഠിപ്പിക്കാവോ എന്ന്. നീ എല്ലാവരെയും പഠിപ്പിച്ചേക്കാന്ന് വെച്ച് പൊറോട്ട തന്നെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അതിലേക്ക് കിടക്കാം. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. ഇത് 1/2 കിലോ മിച്ചമുണ്ട് പൊടി, നമ്മുടെ മൈദമാവ്. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഇച്ചിരി നെയ്യും 1 മുട്ടയും. അത്രയാണ് നമ്മൾ ഇതിനെടുക്കുക. പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവുമാണ്. അപ്പോൾ ഒരു ശകലം മാറ്റി വെച്ച് ബാക്കി മുഴുവൻ നമ്മൾ എടുക്കുകയാണ്. നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഈ മുട്ട ഒരെണ്ണം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര പുളിച്ചൊക്കെ വരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ശകലച്ചാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഒറ്റയടിക്ക് അളവിനല്ല ചേർക്കുക. സാധാ വെള്ളം എടുത്താൽ മതി. ചിലർ ചൂടുവെള്ളമൊക്കെ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, സാധാ വെള്ളം എടുത്ത് നമ്മൾ കുഴച്ചാൽ മതി കേട്ടോ. പിന്നെയാണ് നമ്മളിതിൻ്റെ പീഡനകാലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കുഴയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു നല്ല സ്ഥലം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് സംശയം വരും, കയ്യിലൊക്കെ മൈദ ഒട്ടിപ്പിടിച്ച് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലോട് ഇച്ചിരി പച്ച മൈദമാവിൻ്റെ പൊടി വന്നിട്ടൊന്ന് തിരുമിയാൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ കയ്യിൽ നമുക്ക് വിട്ടുപോരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൊറോട്ട കുഴയ്ക്കാനായിട്ട് പോകുന്ന സ്ഥലം. അതിനകത്ത് ആദ്യമേ തന്നെ നമുക്ക് ഇച്ചിരി ഒരു മൈദ പൊടി നമുക്ക് അതിലോട്ടൊന്ന് തൂക്കി കൊടുക്കാം. കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഇച്ചിരി എന്തെങ്കിലും നനവൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കൂടത്തിൽ വെക്കോളും കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദ മാവ് അതിലേക്ക് ഇറക്കാം. ഈ മൈദ മുഴുവൻ നമുക്കിങ്ങനെ കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മട്ടൻ കറക്കി ഇതിലോട്ട് ഒട്ടിക്കോളും. അപ്പോൾ അതാണ് ഇച്ചിരി നനവ് കൂടിയാലും അതാ പറഞ്ഞ് ഇച്ചിരി നമ്മൾ മൈദ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കുഴ കൃത്യമായിട്ട് എടുക്കാനായിട്ട് പറ്റും. നനവ് കുറച്ച് കുഴയ്ക്കുന്ന എത്രമാത്രം നന്നായിട്ടാണോ അത്രമാത്രം സോഫ്റ്റായിട്ട് നമുക്കത് കിട്ടും. ഒട്ടുന്നുണ്ടെന്ന് നോക്കുക, കയ്യിൽ ഇച്ചിരി ഒട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരിയോടെ നമ്മൾ മൈദമാവ് ഇച്ചിരിയോടെ ഇട്ട് കൊടുക്കും, ഒട്ടൽ മാറാൻ. ഇത്ര കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ വെള്ളത്തിൻ്റെ അളവിനൊരു ചെറിയ പ്രശ്നമൊക്കെ വന്നത്. എറിയാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. സാധാരണ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് വിയർക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചോണം, വിയർപ്പ് ഒഴുകാതിരിക്കാൻ. ഉപ്പ് കൂടും. അപ്പോൾ അതെല്ലാവരും മനസ്സിലോർത്തോണം. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ കുഴച്ചു. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ, 1/2 കിലോ ഉള്ളതുകൊണ്ട് നമ്മൾ 10 മിനിറ്റൊക്കെ നല്ലപോലെ 5-10 മിനിറ്റൊക്കെ കുഴച്ചാൽ മതി. ഇനി നമുക്കിത് പുളിക്കാനായിട്ട് വെക്കണം. പുളിക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ അടുത്ത് വെക്കുവാണെങ്കിൽ നല്ലപോലെ പുളിച്ച് കിട്ടും. ഇന്ന് കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പം പെട്ടെന്ന് പുളിച്ച് വേണ്ടവർക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സോഡാപ്പൊടി, ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് അത് ഉണ്ടാക്കരുത്. അപ്പോൾ അതിൻ്റെ നമുക്ക് രുചി വരികയില്ല. നമുക്ക് അതിനു വേണ്ടി വെക്കാം. ആദ്യമേ തന്നെ നമ്മളിതെല്ലാം കൂടെ ഒരു ഷേപ്പിലൊക്കെ ആക്കി എടുത്ത് വെക്കുന്നു. സൺഫ്ലവർ ഓയിലും ഇച്ചിരി നെയ്യും നമ്മളത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പൊറോട്ട ഇങ്ങനെ ആയിരിക്കുന്നതിലേക്ക് നമ്മളിത് തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ എണ്ണയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു. പിന്നെ നമ്മൾ 2 മണിക്കൂറോളം വെക്കും നമ്മൾ പുളിക്കാനായിട്ട്. അപ്പോൾ അതിന് മുകളിലോട്ട് നമ്മളൊരു തുണി ഇട്ട് കൊടുക്കും. ഇച്ചിരി നല്ലപോലെ നനച്ച് വന്നിട്ട് നല്ലപോലെ പിഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് പുളിച്ച് വരാനായിട്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് വന്ന് പൊക്കിയൊന്നും നോക്കണ്ട. അതവിടെ ഒരു 1-2 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഓക്കെ ആവും. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ പുളിച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കി നമുക്ക് ബോൾ പിടിക്കാനായിട്ട് പോകാം. ഇതെടുത്തു. സോഫ്റ്റായിട്ടുണ്ട്. ഏകദേശം പുളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഹോട്ടലിലൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ 1 കിലോയ്ക്ക് 18 മുതൽ 22 പൊറോട്ട വരെ ഉണ്ടാകും. ഇങ്ങനെ ആദ്യം കുറച്ചെടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യമേ ഇങ്ങനെ പിടിച്ച് ബോളാക്കാനായിട്ട് പോകാം. പരമാവധി അകത്തോട്ട് തിരികെ തള്ളി ബോളാണ്. ഇച്ചിരി എണ്ണ നമ്മളെടുത്ത് കൊടുത്ത് കൊടുക്കും. അപ്പോൾ അത് പൊട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. നമ്മൾ അത്രയൊക്കെ വെക്കുമ്പോൾ നമുക്ക് പിന്നെ എടുക്കാൻ എളുപ്പമുണ്ട്.
നമ്മളിപ്പം ബോൾ രൂപത്തിലുണ്ടാക്കി. അതുകൊണ്ട് സാധാരണ നമ്മൾ വീശി കഴിയുമ്പോൾ 2 പൊറോട്ട ഒരു ബോളിൽ നിന്ന് വരും. ഇവിടെ തുണിയുണ്ട്, നമ്മൾ മുമ്പേ ഉപയോഗിച്ചാൽ തുണി നമ്മളതിട്ട് ഒന്നും കൂടെ നമ്മൾ മൂടി വെക്കുകയാണ്. നമ്മൾ ബോൾ പിടിച്ചിട്ടൊരു വേണമെങ്കിൽ അടിക്കാം ഉടനെ, പക്ഷേ നമുക്കൊരു 10 മിനിറ്റ് കൂടെ നമുക്ക് വെച്ച് ഒന്നുകൂടെ കുളിപ്പിച്ചെടുക്കണം. അതൊന്ന് ബോൾ ഒന്നുകൂടെ മൂടി വെച്ചേക്കാം. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വേണം കേട്ടോ. 10 മിനിറ്റോളം നമ്മൾ ബോൾ പിടിച്ചിട്ടായി. നമുക്കത് ഇനിയിപ്പം വീശാനുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പതുക്കെ വീശാനായിട്ട് പോവുകയാണ്. ആദ്യം കൈക്ക് ഇങ്ങനെ നല്ലപോലെ പരത്തി എടുക്കും. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി വരുന്നത് മുറിച്ചെടുക്കുക. 2 ബോളിനുള്ളതായിട്ടുണ്ട് കേട്ടോ. ചിലതിങ്ങനെ അറ്റമൊക്കെ ഇങ്ങനെ പരത്തി കൊടുക്കും, പക്ഷെ നമുക്കത് വേണ്ട. കിട്ടിയാൽ മതി. നടുവേ നമ്മളൊന്ന് ഒരു മുറി ഇടും. എന്നിട്ട് ഇതിങ്ങനെ പൊക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ ആദ്യത്തെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ ഉരുട്ടുന്ന പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അവസാനം വരുന്ന ഭാഗം നമ്മളിതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കും. അടുക്കി വെക്കുന്നു. 1 ഒരു ചെറിയ പരിപാടി കാണിക്കും. ഇച്ചിരി മൈദ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചുടാൻ നേരത്ത് ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് നല്ല ഇച്ചിരി മുരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി ഇങ്ങനെ തൂക്കി കൊടുക്കുക. അതായത് പറന്ന് പോകുന്നതുകൊണ്ട് ഇച്ചിരി ഫാനിൻ്റെ സ്പീഡൊക്കെ കുറച്ച് നമുക്കതപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കിടക്കുമ്പം നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും. നമുക്കിത് സാധനം എടുക്കുന്ന പോലെ ചുറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ബോളൊക്കെ പിടിച്ച് പൊറോട്ടകളെ ചുറ്റിയെടുത്ത് വീശിയിട്ട് ഇപ്പോൾ നമ്മൾ പരത്താനായിട്ട് പോവുകയാണ്. പരത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിതാണ് നമ്മളിപ്പോൾ നോക്ക് ഇവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്. അതിനടുത്ത് ഇത് പുളിച്ച് വന്നു എന്നുള്ളതാണ്. നമുക്ക് ബോൾ പിടിക്കാൻ കാണാം ഇങ്ങനെ കോമള പോലെയൊക്കെ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ പുളിച്ചതാണ് നമുക്കത്. അപ്പോൾ അതാണ് നമ്മൾ അർത്ഥം. അപ്പോൾ നമ്മൾ പരത്താനായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി എണ്ണയെ കൂട്ടി നടുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നു. നമ്മുടെ എന്നിട്ട് നമ്മൾ ഈ കയ്യിൽ ഈ ഭാഗം വെച്ചിട്ടുണ്ട്. ഇത് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പരത്തും. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനൊരു രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ എല്ലാം ഇങ്ങനെ കൊമളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പുളിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് നല്ല രുചി വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പരത്തി ഇങ്ങനെ കൊടുക്കാം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ ഓടും ദൈവമേ. അപ്പോൾ നമ്മുടെ പൊറോട്ട പരത്തൽ ഏകദേശം ആയിട്ടുണ്ട്. 10 പൊറോട്ടകൾ നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചുടാനായിട്ട് പോവുകയാണ്. നമുക്ക് ചുട്ടെടുക്കാം പൊറോട്ട എല്ലാം കൂടെ. ഓക്കെ, കല്ലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. പൊറോട്ട ചൂടാനായിട്ട് പോവുകയാണ്. പറയാൻ തവ നല്ലപോലെ നമ്മൾ തവ 2 വെച്ചു. അപ്പോൾ അത് നല്ലപോലെ ചൂടാക്കി. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഇച്ചിരി എണ്ണ, അതായത് സൺഫ്ലവർ ഓയിലും നമ്മുടെ നെയ്യും ഗീയും കൂടെ മിക്സ് ചെയ്താണ് നമ്മളൊന്ന് തൂത്ത് കൊടുക്കുന്നത് നല്ലപോലെ. പൊറോട്ടയൊക്കെ ആകുമ്പോൾ അത് വരാനായിട്ട് ഇച്ചിരി നല്ലപോലെ ഓയിലുള്ളത് വളരെ നല്ലതാണ്. നമ്മളിത് നെയ്യ് കൂട്ടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു രുചിയാണ്. അപ്പോൾ നെയ്യ് നമ്മൾ എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ പൊറോട്ട ഇടാനായിട്ട് പോവുകയാണ്. അതിലോട്ട് വെച്ചു. അവിടെ ഇടയ്ക്ക് നമ്മൾ നിർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത പൊറോട്ട രണ്ടാമത്തെ നമ്മൾ അങ്ങ് വെച്ച് കൊടുത്തു. 2 പൊറോട്ട ആയിട്ടുണ്ട്. ഒന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ മൈദ ആദ്യം ഇട്ടപ്പോൾ ഒരു വെള്ള കളറായിരുന്നു. അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വെന്ത ഒരു കളർ വന്നു. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാം. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വന്നപ്പോഴേക്കും അതാണ് ഏകദേശം ഒരു സൈഡായി. ഇപ്പം കണ്ടില്ല, ചെറുതായിട്ട് ഇത് വന്നു. ഇതിന് നടുക്ക് ചെറിയൊരു വെള്ള കളറുണ്ട് നടുക്കായിട്ട്. അപ്പോൾ അതൊന്ന് ഇച്ചിരി മാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മളിപ്പോൾ ആദ്യം മറച്ചിട്ട് കഴിഞ്ഞപ്പം ആ മറച്ചിട്ട അതൊന്ന് നമുക്കൊന്ന് ഇച്ചിരി ഓയിൽ പൂശി മറ്റേ സൈഡ് കൂടെ കൊടുക്കാം. ശകലം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓയിൽ പൂശി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ മറ്റേത് അടുത്ത പൊറോട്ട കൂടെ നമ്മളൊന്ന് മറിച്ചിടുകയാണ്. സെമിനാറിലൊക്കെയാണ് വലിയ കല്ലെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 10-12 എണ്ണമൊക്കെ ഒരുമിച്ച് ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കും. ഞാൻ ഒരു 4-4.5 കിലോയുടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ സെമിനാറിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 90-100 എണ്ണം വരെ സെമിനാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ബ്രദേഴ്സ് അച്ഛന്മാരൊക്കെ ഉള്ളപ്പം. ഇപ്പോൾ അത് നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ 2 എണ്ണമൊക്കെ വെച്ചിടും. ഉള്ള പാനില്ല, നമുക്കിപ്പോൾ 2-3 പാനൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അടുപ്പിച്ച് വെക്കും. കാരണം നമുക്ക് എണ്ണം കൂടുതൽ കിട്ടുമ്പോൾ അവസാനം അടിക്കാൻ നല്ല രസമായിരിക്കും. അത് കാണിക്കുമ്പോൾ മനസ്സിലാവും. നല്ല ഇച്ചിരി കട്ടിയൊക്കെ 3-4 പൊറോട്ട ഉള്ളപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. ചില കഴിയുമ്പോൾ നല്ലപോലെ മുരിഞ്ഞ് വരും. ിട്ട് മറിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മുരിഞ്ഞൊക്കെ വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മുരിച്ച് അതുപോലെ തന്നെ ചട്ടുകത്തിനൊന്ന് തേച്ചൊക്കെ ഇങ്ങനെ കൊടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കില്ല. അപ്പോൾ എല്ലാം ഒന്ന് മുട്ടി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വരും. അതാണ് അതിൻ്റെ പൊറോട്ടയുടെ രുചി എന്ന് പറയുന്നത്, അതിൻ്റെ മുരിഞ്ഞിരിക്കുന്നതാണല്ലോ. ാണ് ലാസ്റ്റ് സെറ്റ് 2 എണ്ണം കൂടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് അടിച്ച് നിരപ്പാക്കി എടുക്കാം. നമ്മുടെ പൊറോട്ട എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചായതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമുക്കത് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് അടിക്കാനായിട്ട് അവസാനം. അപ്പോൾ നമ്മൾ ചുട്ടുവെച്ച 10 പൊറോട്ടയാണ്. അപ്പോൾ ഇനി അവസാനം നമ്മൾ കാണിക്കില്ല, നമ്മൾ അവസാനം ആൾക്കാർ അടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കയ്യിലോട്ട് ഇച്ചിരി എണ്ണയൊന്ന് പുരട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കൈയുടെ ഈ ഭാഗം കൊണ്ട് അടിക്കാൻ, അല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അടിക്കുമ്പോൾ നമ്മൾ കൂട്ടി അടിക്കണം. നമ്മൾ പരമാവധി നമ്മുടെ ആരോഗ്യം എടുത്ത് പരമാവധി അടിച്ച് അവനെ നമ്മൾ നേരെയാക്കണം. നോക്കണം പൊറോട്ട കണ്ടിട്ട് ലെയറായിട്ട് നമുക്ക് കിട്ടും പൊറോട്ട കണ്ടില്ലേ. അതാണ് നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് ആകുന്ന വിധത്തിൽ അടിച്ച് നമ്മൾ സെറ്റപ്പ് ആക്കുക. ഇനി നമ്മൾ നല്ലൊരു പാത്രത്തിലോട്ട് കാസറോളിൻ്റെ പാത്രത്തിൽ എടുത്ത് നമ്മൾ വെക്കുന്നു, അടച്ച് വെക്കുന്നു. നല്ല രുചികരമായിട്ട് നമ്മൾ കഴിക്കുന്നു. ടേസ്റ്റ് നമ്മൾ നോക്കിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. ഇതാണ് മനോഹരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ട. നല്ലപോലെ ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്യുക. വീട്ടിലായിരിക്കുമ്പോൾ ഫ്രീ സമയമുള്ളപ്പോഴാണ്. നമുക്ക് സമയം എടുക്കുമ്പോൾ നമുക്കറിയാം പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. സമയം അനുസരിച്ച് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, കഴിക്കുക. എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.